ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മുഴുവൻ പാഠഭാഗങ്ങളിലെയും 400 പ്രധാന ചോദ്യോത്തരങ്ങളായിരിക്കും. ഈ 400 ചോദ്യോത്തരങ്ങൾ കൃത്യമായി പഠിച്ചാൽ 78 മാർക്ക് ഉറപ്പായും ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആരുടെ കാലത്താണ് നാട്ടിൽ ക്ഷാമമുണ്ടായത്? ന്യായാധിപന്മാരുടെ. മോവാബ് ദേശത്ത് കുടിയേറി പാർത്തത് ആരാണ്? ഉത്തരം യൂദായിലെ ഒരു ബെത്ലഹേംകാരൻ, ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത്. ബെത്ലഹേംകാരന്റെ പേര് എലിമലേക്ക്. നവോമിയുടെ പുത്രന്മാരുടെ പേരെന്ത്? ഉത്തരം മഹലോൻ, കിലിയോൻ. അവർ യൂദായിലെ ബെത്ലഹേമിൽ നിന്നുള്ള ഡാഷ് ആയിരുന്നു. പൂരിപ്പിക്കുക. ഉത്തരം എഫ്രാത്യർ. എന്ത് കേട്ടപ്പോഴാണ് നവോമി മരുമക്കളോടുകൂടെ മോവാബിൽ നിന്ന് പോകാൻ ഒരുങ്ങിയത്? ഉത്തരം കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു. ആരാണ് അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങിയത്? ഉത്തരം ഓർഫ. ഓർഫ ആരുടെ അടുത്തേക്ക് മടങ്ങിപ്പോയെന്നാണ് നവോമി പറയുന്നത്? ഉത്തരം ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും. നവോമിയെയും റൂത്തിനെയും കണ്ട് വിസ്മയിച്ചത് ആര്? ഉത്തരം പട്ടണം മുഴുവൻ. എന്നെ നവോമി എന്നല്ല ഡാഷ് എന്നാണ് വിളിക്കേണ്ടത്. പൂരിപ്പിക്കുക. ഉത്തരം മാറ. നവോമി എന്ന വാക്കിനർത്ഥം? ഉത്തരം സന്തുഷ്ട. എപ്പോഴാണ് നവോമിയും റൂത്തും ബെത്ലഹേമിൽ എത്തിയത്? ഉത്തരം ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോൾ. കർത്താവിന്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം നവോമി. നവോമിയുടെ ഭർതൃഗൃഹത്തിൽ ഉണ്ടായിരുന്ന ധനികനാര്? ഉത്തരം ബോവാസ്. ആരുടെ വയലിലാണ് റൂത്ത് എത്തിച്ചേർന്നത്? ഉത്തരം എലിമേലെക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ വയലിൽ. ബോവാസ് എന്ത് പറഞ്ഞാണ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത്? ഉത്തരം കർത്താവ് നിങ്ങളോട് കൂടെ. കൊയ്ത്തുകാർ പ്രത്യഭിവാദനം ചെയ്തതെങ്ങനെ? ഉത്തരം കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ. കാല പെറുക്കിയത് മെതിച്ചപ്പോൾ എത്രയുണ്ടായിരുന്നു? ഉത്തരം 1 ഏഫ ബാർലി. വിളവെടുപ്പ് കഴിയുന്നതുവരെ റൂത്ത് ആരോട് ചേർന്ന് നിന്നാണ് കാല പെറുക്കിയത്? ഉത്തരം ബോവാസിന്റെ ദാസിമാരോട് ചേർന്ന് നിന്ന്. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് എന്താണ് ചോദിച്ചത്? ഉത്തരം ആരാണ് ഈ യുവതി? നവോമിയോടൊപ്പം മോവാബിൽ നിന്ന് വന്ന മോവാബി സ്ത്രീയാണിവൾ എന്ന് മറുപടി നൽകിയത് ആരാണ്? ഉത്തരം ഭൃത്യൻ. അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു? എങ്ങനെയാണ് റൂത്ത് ഈ ചോദ്യം ഉന്നയിച്ചത്? ഉത്തരം സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞ കാര്യങ്ങളിൽ അപ്പം എങ്ങനെ ഭക്ഷിക്കാനാണ് പറയുന്നത്? ഉത്തരം വീഞ്ഞിൽ മുക്കി. റൂത്ത് ശേഖരിച്ച ധാന്യം ആരെയാണ് കാണിച്ചത്? ഉത്തരം അമ്മായിയമ്മയെ. മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ നിന്നെ പ്രവേശിപ്പിക്കുക എന്റെ കടമയല്ലേ? ആര് ആരോട് പറഞ്ഞു? ഉത്തരം നവോമി റൂത്തിനോട്. ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് എവിടെയാണ് കിടന്നുറങ്ങിയത്? ഉത്തരം ധാന്യകൂമ്പാരത്തിന്റെ അരികിൽ. ബോവാസ് എത്ര ബാർലിയാണ് റൂത്തിന്റെ തലയിൽ വെച്ചു കൊടുത്തത്? ഉത്തരം 6. 6 അളവ്. കാര്യങ്ങൾ എങ്ങനെയാകും എന്ന് കാത്തിരുന്ന് കാണാം. ആരാണ് പറഞ്ഞത്? ഉത്തരം നവോമി. റൂത്ത് എങ്ങനെയാണ് മെതിക്കളത്തിലേക്ക് ചെന്നത്? ഉത്തരം കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച്. അർദ്ധരാത്രിയിൽ ബോവാസ് ഞെട്ടി ഉണർന്നപ്പോൾ കണ്ടതെന്താണ്? ഉത്തരം കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഡാഷ് ആദ്യത്തേതിലും വലുതാണ്. പൂരിപ്പിക്കുക. ഉത്തരം ഔദാര്യം. ആരാണ് കാര്യം തീരുമാനിക്കുന്നതുവരെ അടങ്ങിയിരിക്കുകയില്ലാത്തത്? ഉത്തരം ബോവാസ്. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്ന നിയമം എന്താണ്? ഉത്തരം ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തന്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്തത് ആരെല്ലാം? ഉത്തരം റാഹേൽ, ലയ. ബോവാസ് എവിടെ ഐശ്വര്യവാനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നവരും പറയുന്നത്? ഉത്തരം എഫ്രാത്തായിൽ.
ബോവാസ് എവിടെ പ്രസിദ്ധനാകട്ടെ എന്നാണ് ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നവരും പറയുന്നത്. ഉത്തരം ബെത്ലഹേമിൽ. റൂത്തിന് ജനിച്ച പുത്രന് പേരിട്ടത് ആര്? ഉത്തരം അയൽക്കാരായ സ്ത്രീകൾ. ഹെബ്രോന്റെ പിതാവ് ആര്? ഉത്തരം പേരസ്. വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചുകൊള്ളുക ആര് ആരോട് പറഞ്ഞു? ഉത്തരം ബന്ധു ബോവാസിനോട്. നഗരത്തിൽ നിന്ന് ബോവാസ് ആരെയാണ് വിളിച്ചുകൊണ്ടുവന്നത്? ഉത്തരം ശ്രേഷ്ഠന്മാരായ 10 പേരെ. ബോവാസ് റൂത്തിനെ ഭാര്യയായി സ്വീകരിച്ചതിന് ആരൊക്കെയാണ് സാക്ഷികൾ? ഉത്തരം ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും. കർത്താവ് നിന്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ആരെപ്പോലെ ആകട്ടെ എന്നാണ് സാക്ഷികൾ പറഞ്ഞത്? ഉത്തരം ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്ത റാഹേൽ ലയ. എന്നേക്കും നിലനിൽക്കുന്നത് എന്ത്? ഉത്തരം ഭൂമി. ഡാഷ് വരുന്നു പോകുന്നു, ഭൂമിയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. പൂരിപ്പിക്കുക. ഉത്തരം തലമുറകൾ. വ്യഗ്രതയോടെ ചെയ്യാൻ മനുഷ്യനെ ജോലികൾ ഏൽപ്പിച്ചതാര്? ഉത്തരം ദൈവം. എല്ലാം മിഥ്യയും പാഴ്വേലയുമാണ്. ഏതെല്ലാം? ഉത്തരം സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും. സഭാപ്രസംഗകൻ 1:15 അനുസരിച്ച് അസാധ്യമായത് എന്താണ്? ഉത്തരം ഇല്ലാത്തത് എണ്ണുക. അറിവ് വർദ്ധിക്കുമ്പോൾ വർദ്ധിക്കുന്നത് എന്ത്? ഉത്തരം വ്യസനം. ജെറുസലേമിൽ രാജാവും ദാവീദിന്റെ പുത്രനും ആര്? ഉത്തരം സഭാപ്രസംഗകൻ. സകലവും മനുഷ്യന് എന്താണെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം ക്ലേശഭൂയിഷ്ടം. ആർക്കും കഴിയുകയില്ല എന്ന് സഭാപ്രസംഗകൻ പറയുന്നത് എന്താണ്? ഉത്തരം വളഞ്ഞത് നേരെയാക്കാൻ. ജെറുസലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും കാൾ അധികം ഞാൻ സമ്പാദിച്ചു. എന്ത്? ഉത്തരം ജ്ഞാനം. ദുഃഖം ഏറുന്നത് എപ്പോൾ? ഉത്തരം ജ്ഞാനമേറുമ്പോൾ. ചിരി ഭ്രാന്താണെന്നും ഡാഷ് നിഷ്ഫലമാണെന്നും ഞാൻ മനസ്സിലാക്കി. പൂരിപ്പിക്കുക. ഉത്തരം സുഖഭോഗങ്ങൾ. എന്തിനെയെല്ലാമാണ് സഭാപ്രസംഗകൻ വിവേചിച്ചറിയാൻ തുടങ്ങിയത്? ഉത്തരം ജ്ഞാനവും ഉന്മത്തതയും ഭോഷത്വവും. ഭോഷത്വത്തെ അതിശയിക്കുന്നത് എന്ത്? ഉത്തരം ജ്ഞാനം. ഭോഷനെ പോലെ തന്നെ ജ്ഞാനിക്കും ലഭിക്കാത്തത് എന്ത്? ഉത്തരം ശാശ്വത സ്മരണ. ദുഃഖസങ്കുലമായിട്ടുള്ളത് എന്ത്? ഉത്തരം അധ്വാനം. ആർക്കാണ് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നത്? ഉത്തരം തന്നെ പ്രസാദിപ്പിക്കുന്നവന്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി മാത്രം കൊടുക്കുന്നത് ആർക്കാണ്? ഉത്തരം പാപിക്ക്. തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം പ്രദാനം ചെയ്യുന്നത് എന്ത്? ഉത്തരം ജ്ഞാനവും അറിവും ആനന്ദവും. ആർക്ക് കാണാനാണ് കണ്ണുള്ളത്? ഉത്തരം ജ്ഞാനിക്ക്. ഭോഷൻ നടക്കുന്നത് എവിടെ? ഉത്തരം ഇരുട്ടിൽ. ആരിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? ഉത്തരം ദൈവത്തിൽ നിന്ന്. മനുഷ്യ മനസ്സിൽ അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം കാലത്തിന്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം. മനുഷ്യന് അത്യന്തം ഗ്രഹിക്കാൻ കഴിവില്ലാത്തത് എന്ത്? ഉത്തരം ദൈവത്തിന്റെ പ്രവർത്തികൾ. ഡാഷ് ശാശ്വതമാണെന്ന് സഭാപ്രസംഗകൻ അറിയുന്നു. പൂരിപ്പിക്കുക. ഉത്തരം ദൈവത്തിന്റെ പ്രവർത്തികളെല്ലാം. എന്തിനെയാണ് ദൈവം യഥാകാലം തിരികെ കൊണ്ടുവരുന്നത്? ഉത്തരം കടന്നുപോയ ഓരോന്നിനെയും. സൂര്യന് കീഴെ നീതി പുലരേണ്ടതായ ഏതിടത്താണ് തിന്മ കുടികൊള്ളുന്നതായി കണ്ടത്? ഉത്തരം ന്യായപീഠത്തിൽ. ആരെയെല്ലാം ദൈവം വിധിക്കുമെന്നാണ് സഭാപ്രസംഗകൻ വിചാരിച്ചത്? ഉത്തരം നീതിമാനെയും ദുഷ്ടനെയും. ഒന്ന് ചാകുന്നത് പോലെ മറ്റേതും ചാകുന്നു എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഉത്തരം മനുഷ്യമക്കളും മൃഗങ്ങളും. കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം. പൂരിപ്പിക്കുക. ഉത്തരം വിലപിക്കാൻ ഒരു കാലം. ആര് വെറും മൃഗങ്ങളാണെന്ന് അവരെ കാണിക്കാൻ വേണ്ടി ദൈവം അവരെ പരീക്ഷിക്കുകയാണെന്ന് സഭാപ്രസംഗകൻ കരുതിയത്? ഉത്തരം മനുഷ്യമക്കൾ. ആർക്കാണ് മൃഗത്തേക്കാൾ യാതൊരു മേന്മയും ഇല്ലാത്തത്? ഉത്തരം
മനുഷ്യന്. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യരുടെ ഡാഷ് ഫലമാണെന്ന് ഗ്രഹിച്ചു. പൂരിപ്പിക്കുക. ഉത്തരം പരസ്പര സ്പർദ്ധയുടെ. ആരാണ് കൈയും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നത്? ഉത്തരം ഭോഷൻ. ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തേക്കാൾ പാഴ്വേലയെക്കാളും ഉത്തമമായത് എന്ത്? ഉത്തരം ഒരു പിടി സ്വസ്ഥത. പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും അറുതിയില്ലാത്തത് എന്തിന്? ഉത്തരം അധ്വാനത്തിന്. ഡാഷ് എത്രയായാലും അവന് മതി വരുന്നില്ല. പൂരിപ്പിക്കുക. ഉത്തരം ധനം. വേഗം പൊട്ടുകയില്ലാത്തത് എന്ത്? ഉത്തരം മുപ്പിരിച്ചരട്. ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ ഭേദമായത് ആര്? ഉത്തരം നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവ്. സഭാപ്രസംഗകൻ 4:7 പ്രകാരം വീണ്ടും മിഥ്യ കണ്ടതെവിടെ? ഉത്തരം സൂര്യന് കീഴെ. സൂര്യന് കീഴെ വീണ്ടും ഞാൻ ഡാഷ് കണ്ടു. പൂരിപ്പിക്കുക. ഉത്തരം മിഥ്യ. എവിടെ പോകുമ്പോഴാണ് സൂക്ഷ്മതയുള്ളവനായിരിക്കേണ്ടത്? ഉത്തരം ദേവാലയത്തിൽ. തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാത്തത് ആര്? ഉത്തരം ഭോഷന്മാർ. എപ്പോഴാണ് മൂഢജൽപ്പനമാകുന്നത്? ഉത്തരം വാക്കുകളേറുമ്പോൾ. അവിടത്തേക്ക് പ്രീതിയില്ലാത്തത് ആരിൽ? ഉത്തരം മൂഢരിൽ. സ്വപ്നങ്ങളേറുമ്പോൾ വർദ്ധിക്കുന്നത് എന്ത്? ഉത്തരം പൊള്ളവാക്കുകൾ. ആർക്കാണ് സുഖനിദ്ര ലഭിക്കുന്നത്? ഉത്തരം അധ്വാനിക്കുന്നവന്. ധനികന്റെ ഉറക്കം കെടുത്തുന്നത് എന്ത്? ഉത്തരം അമിത സമ്പാദ്യം. ആരാണ് തന്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നത്? ഉത്തരം ധനികൻ. തെറ്റുപറ്റിയതാണെന്ന് ആരോട് പറയാൻ ഇടവരുത്തരുതെന്നാണ് പറയുന്നത്? ഉത്തരം ദൂതനോട്. ദുഃഖസ്വപ്നങ്ങൾ കൂടുന്നത് എപ്പോൾ? ഉത്തരം ആകുലത ഏറുമ്പോൾ. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് നൽകുന്നത് എന്ത്? ഉത്തരം സമ്പത്ത്, ഐശ്വര്യം, കീർത്തി. മനുഷ്യന്റെ അധ്വാനം എന്തിനു വേണ്ടിയാണ്? ഉത്തരം ഉദരപൂരണത്തിന്. സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത് എന്താണ്? ഉത്തരം കൺമുൻപിലുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നത്. വാക്കുകളുടെ പെരുപ്പം എന്തിന്റെ പെരുപ്പമാണ്? ഉത്തരം മിഥ്യയുടെ. സൂര്യന് കീഴെ എന്ത് ഞാൻ കണ്ടിരിക്കുന്നു എന്നാണ് 6:1 സഭാപ്രസംഗകൻ പറയുന്നത്? ഉത്തരം മനുഷ്യർക്ക് ദുർവഹമായൊരു തിന്മ. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ രചന എന്ന് എവിടെ വെച്ച് പൂർത്തീകരിക്കപ്പെട്ടു? ഉത്തരം AD 95 എഫെസോസിൽ വെച്ച്. യോഹന്നാന്റെ സുവിശേഷത്തെ എങ്ങനെയെല്ലാം വിശേഷിപ്പിക്കാം? ഉത്തരം വിശ്വാസത്തിന്റെ സുവിശേഷം, ജീവന്റെ സുവിശേഷം. 4-ാം സുവിശേഷത്തെ പ്രധാനമായും തരംതിരിക്കുന്നത് എങ്ങനെ? ഉത്തരം അടയാളങ്ങളുടെ പുസ്തകം, മഹത്വത്തിന്റെ പുസ്തകം. ദൈവം അയച്ച മനുഷ്യൻ ആര്? ഉത്തരം യോഹന്നാൻ. യോഹന്നാൻ വന്നത് എന്തിനായിരുന്നു? ഉത്തരം സാക്ഷ്യത്തിനായി. യോഹന്നാൻ എന്തിന് സാക്ഷ്യം നൽകാനാണ് വന്നത്? ഉത്തരം വെളിച്ചത്തിന്. സ്വജനത്തിന്റെ അടുത്തേക്ക് വന്ന ദൈവം അയച്ച മനുഷ്യനോട് അവർ പ്രതികരിച്ചത് എങ്ങനെ? ഉത്തരം അവനെ സ്വീകരിച്ചില്ല. കാരണം എനിക്ക് മുൻപ് തന്നെ അവനുണ്ടായിരുന്നു. ഈ വാക്യത്തിന് മുൻപ് യോഹന്നാൻ പറയുന്നത് എന്ത്? ഉത്തരം എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. യേശുവിന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എന്തു സ്വീകരിച്ചു? ഉത്തരം കൃപയ്ക്കുമേൽ കൃപ. ദൈവത്തെ ആരാണ് വെളിപ്പെടുത്തിയത്? ഉത്തരം ദൈവം തന്നെയായ ഏകജാതൻ. നീ ആരാണെന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് ആരെയാണ് അയച്ചത്? ഉത്തരം പുരോഹിതന്മാരെയും ലേവ്യരെയും. പുരോഹിതരും ലേവ്യരും യോഹന്നാനോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? ഉത്തരം 6. കർത്താവിന്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ് ഞാൻ. ഇത് ആരുടെ പ്രവചനമാണ്? ഉത്തരം ഏശയ്യാ ദീർഘദർശി. നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. ഇതിനുശേഷം യോഹന്നാൻ പറഞ്ഞതെന്ത്? ഉത്തരം എന്റെ പിന്നാലെ വരുന്ന അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്നത് എവിടെ?
ഉത്തരം ജോർദാൻ്റക്കരെ ബഥാനിയായിൽ. ബഥാനിയ എവിടെയാണ്? ഉത്തരം ജോർദാന്റെ അക്കരെ. യോഹന്നാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടി. യോഹന്നാൻ തന്റെ ശിഷ്യരിൽ രണ്ടുപേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞതെന്ത്? ഉത്തരം ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എന്ന ചോദ്യത്തിന് യേശു കൊടുക്കുന്ന മറുപടി എന്താണ്? ഉത്തരം വന്നു കാണുക. യേശു വന്നു കാണുക എന്ന് പറഞ്ഞ സമയം ഏതാണ്? ഉത്തരം ഏകദേശം 10 മണിക്കൂർ. യോഹന്നാൻ പറഞ്ഞത് കേട്ട് യേശുവിനെ അനുഗമിച്ച രണ്ടുപേരിൽ ഒരുവൻ ആരായിരുന്നു? ഉത്തരം ശിമിയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ്. ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടുവെന്ന് അന്ത്രയോസ് ആരോടാണ് ആദ്യം പറഞ്ഞത്? ഉത്തരം തന്റെ സഹോദരനായ ശിമയോനോട്. ശിമയോനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നത് ആരാണ്? ഉത്തരം അന്ത്രയോസ്. യേശു ശിമയോനെ നോക്കി പറഞ്ഞത് എന്ത്? ഉത്തരം നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ്. കേപ്പ, പാറ എന്ന് നീ വിളിക്കപ്പെടും. പിറ്റേ ദിവസം യേശു ഗലീലിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ആരോടാണ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത്? ഉത്തരം പീലിപ്പോസിനോട്. മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ഞങ്ങൾ കണ്ടു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം പീലിപ്പോസ് നഥാനയേലിനോട്. ഗലീലിയിലെ കാനായിൽ വിവാഹവിരുന്ന് നടന്നത് എന്നാണ്? ഉത്തരം 3-ാം ദിവസം. കാനായിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ പറഞ്ഞതെന്ത്? ഉത്തരം അവർക്ക് വീഞ്ഞില്ല. അമ്മ പരിചാരകരോട് പറഞ്ഞതെന്ത്? ഉത്തരം അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന എത്ര കൽഭരണികൾ ഉണ്ടായിരുന്നു? ഉത്തരം 6. ഓരോ കൽഭരണിയിലും എത്ര അളവ് കൊള്ളുമായിരുന്നു? ഉത്തരം 2-3. യേശു പരിചാരകരോട് കൽപ്പിച്ചത് എന്ത്? ഉത്തരം ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. ആര്? ഉത്തരം കലവറക്കാരൻ. കാനായിലെ അത്ഭുതത്തിന്റെ ഫലമായി ആരാണ് യേശുവിൽ വിശ്വസിച്ചത്? ഉത്തരം അവന്റെ ശിഷ്യന്മാർ. കാനായിലെ അത്ഭുതത്തിന് ശേഷം യേശു എവിടേക്കാണ് പോയത്? ഉത്തരം കഫർനാമിലേക്ക്. എന്തിനെയെല്ലാമാണ് ദേവാലയത്തിൽ വിറ്റുകൊണ്ടിരുന്നത്? ഉത്തരം കാള, ആട്, പ്രാവ്. ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. യേശു ആരോടാണ് ഇത് പറഞ്ഞത്? ഉത്തരം പ്രാവുകളെ വിൽക്കുന്നവരോട്. നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുതെന്ന് ഈശോ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം പിതാവിന്റെ ആലയത്തെക്കുറിച്ച്. ദേവാലയം നശിപ്പിച്ചാൽ എത്ര ദിവസം കൊണ്ടാണ് യേശു അത് പുനരുദ്ധരിക്കുക? ഉത്തരം 3 ദിവസത്തിനകം. ജെറുസലേം ദേവാലയം പണിയാൻ എത്ര വർഷമെടുത്തു? ഉത്തരം 46 സംവത്സരം. യേശു പറഞ്ഞ ദേവാലയം ഏതാണ്? ഉത്തരം ശരീരമാകുന്ന ദേവാലയം. വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിച്ചത് ആര്? ഉത്തരം ശിഷ്യന്മാർ. യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണമെന്ത്? ഉത്തരം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. യേശുവിന് ആരെപ്പറ്റിയാണ് ആരുടെയും സാക്ഷ്യം ആവശ്യമില്ലാതിരുന്നത്? ഉത്തരം മനുഷ്യനെ പറ്റി. രാത്രിയിൽ യേശുവിൻ്റെ അടുത്ത് വന്ന യഹൂദ പ്രമാണി ആര്? ഉത്തരം നിക്കോദേമോസ്. നിക്കോദേമോസ് യേശുവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? ഉത്തരം റബ്ബി. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഡാഷ് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. പൂരിപ്പിക്കുക. ഉത്തരം അടയാളങ്ങൾ. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ഡാഷ് കാണാൻ കഴിയുകയില്ല. പൂരിപ്പിക്കുക. ഉത്തരം ദൈവരാജ്യം. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ എന്നതിൻ്റെ ഗ്രീക്ക് മൂലം? ഉത്തരം ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചതാര്? ഉത്തരം നിക്കോദേമോസ്. നീ ഇസ്രായേലിലെ ഗുരുവല്ലേ? യേശു ആരോടാണ് ഇത് ചോദിച്ചത്? ഉത്തരം നിക്കോദേമോസ്. യേശു എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? ഉത്തരം അറിയുന്നവയെ പറ്റി. യേശു എന്തിനെക്കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തുന്നത്? ഉത്തരം കണ്ടവയെ പറ്റി.
സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഡാഷ് അല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. പൂരിപ്പിക്കുക. ഉത്തരം മനുഷ്യപുത്രൻ. മോശ എവിടെയാണ് സർപ്പത്തെ ഉയർത്തിയത്? ഉത്തരം മരുഭൂമിയിൽ. ആരാണ് പ്രകാശത്തെ വെറുക്കുന്നത്? ഉത്തരം തിന്മ പ്രവർത്തിക്കുന്നവൻ. ആരാണ് വെളിച്ചത്തിലേക്ക് വരുന്നത്? ഉത്തരം സത്യം പ്രവർത്തിക്കുന്നവൻ. സത്യം പ്രവർത്തിക്കുന്നവന്റെ പ്രവൃത്തികൾ ഡാഷ് ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. പൂരിപ്പിക്കുക. ഉത്തരം ദൈവൈക്യത്തിൽ. യേശുവും നിക്കോദേമസും സംസാരിച്ചതിന് ശേഷം യേശുവും ശിഷ്യന്മാരും എവിടേക്കാണ് പോയത്? ഉത്തരം യൂദയ ദേശത്തേക്ക്. യേശു എവിടെ വെച്ചാണ് സ്നാനം നൽകിയത്? ഉത്തരം യൂദയ ദേശത്ത്. യോഹന്നാൻ എവിടെയാണ് സ്നാനം നൽകിയിരുന്നത്? ഉത്തരം സാലിമിനടുത്തുള്ള ഏനോനിൽ. ആര് തമ്മിലാണ് ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായത്? ഉത്തരം അവന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും. അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന ഡാഷ് അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു. പൂരിപ്പിക്കുക. ഉത്തരം സ്നേഹിതൻ. എല്ലാവർക്കും ഉപരിയായിട്ടുള്ളവൻ ആരാണ്? ഉത്തരം ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ. ആരാണ് ദൈവത്തിന്റെ വാക്കുകൾ സംസാരിക്കുന്നത്? ഉത്തരം ദൈവം അയച്ചവൻ. പുത്രനിൽ വിശ്വസിക്കുന്നവന് ഡാഷ് ലഭിക്കുന്നു. പൂരിപ്പിക്കുക. ഉത്തരം നിത്യജീവൻ. പുത്രനെ അനുസരിക്കാത്തവൻ ദർശിക്കാത്തത് എന്ത്? ഉത്തരം ജീവൻ. പുത്രനെ അനുസരിക്കാത്തവന്റെ മേൽ ഡാഷ് ഉണ്ട്. പൂരിപ്പിക്കുക. ഉത്തരം ദൈവകോപം. സമറിയായിൽ യേശു എത്തിച്ചേർന്ന പട്ടണമേത്? ഉത്തരം സിക്കാർ. യേശു കിണറിന്റെ കരയിൽ ഇരുന്ന സമയം ഏത്? ഉത്തരം ഏകദേശം 6 മണിക്കൂർ. യേശു സമറിയക്കാരിയോട് സംസാരിച്ചത് എന്ത്? ഉത്തരം എനിക്ക് കുടിക്കാൻ തരുക. ആര് തമ്മിലാണ് സമ്പർക്കമൊന്നും ഇല്ലാത്തത്? ഉത്തരം യഹൂദരും സമറിയക്കാരും. സമറിയക്കാരി യേശുവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? ഉത്തരം പ്രഭു. നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ഡാഷ് തരുകയും ചെയ്യുമായിരുന്നു. പൂരിപ്പിക്കുക. ഉത്തരം ജീവജലം. സമറിയക്കാരി സ്ത്രീ യേശു ആരാണെന്നാണ് പറഞ്ഞത്? ഉത്തരം പ്രവാചകൻ. യഥാർത്ഥമായ ആരാധന സ്ഥലം എവിടെയാണ്? ഉത്തരം ജെറൂസലേമിൽ. രക്ഷ ആരിൽ നിന്നാണ്? ഉത്തരം യഹൂദരിൽ നിന്ന്. ഡാഷ് ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. പൂരിപ്പിക്കുക. ഉത്തരം യഥാർത്ഥ ആരാധകർ. ദൈവത്തെ ആരാധിക്കുന്നവർ എങ്ങനെയാണ് ആരാധിക്കുന്നത്? ഉത്തരം ആത്മാവിലും സത്യത്തിലും. സമറിയക്കാരി സ്ത്രീ കുടം അവിടെ വെച്ചിട്ട് എവിടേക്കാണ് പോയത്? ഉത്തരം പട്ടണത്തിലേക്ക്. യേശു സമറിയക്കാരോടൊപ്പം എത്ര ദിവസം താമസിച്ചു? ഉത്തരം 2 ദിവസം. സമറിയയിൽ നിന്ന് യേശു എവിടേക്കാണ് പോയത്? ഉത്തരം ഗലീലി. ആസന്ന മരണനായ മകനെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞതാരാണ്? ഉത്തരം കഫർനാമിലെ ഒരു രാജസേവകൻ. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ആരാണ് എതിരെ വന്നത്? ഉത്തരം ഭൃത്യന്മാർ. രാജസേവകന്റെ മകൻ സുഖം പ്രാപിച്ചത് എപ്പോൾ? ഉത്തരം 7 മണിക്കൂറിൽ. യൂദയായിൽ നിന്ന് ഗലീലിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളം ഏത്? ഉത്തരം രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു. ബേത്സദ കുളം എവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത്? ഉത്തരം ജെറുസലേമിൽ അജകവാടത്തിനടുത്ത്. ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. യേശു എവിടെ വെച്ചാണ് ഇത് പറഞ്ഞത്? ഉത്തരം ദേവാലയത്തിൽ വെച്ച്. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യരുതെന്നാണ് യേശു പറയുന്നത്? ഉത്തരം മേലിൽ പാപം ചെയ്യരുത്. വിധി മുഴുവൻ ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഉത്തരം പുത്രനെ. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകാൻ അവിടുന്ന് നൽകിയിരിക്കുന്നത് എന്ത്? ഉത്തരം വരം. മനുഷ്യപുത്രനായതുകൊണ്ട് എന്തിനുള്ള അധികാരമാണ് നൽകിയിരിക്കുന്നത്? ഉത്തരം വിധിക്കാൻ. ഡാഷിൽ ഉള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. പൂരിപ്പിക്കുക. ഉത്തരം കല്ലറകളിൽ. സത്യത്തിന് സാക്ഷ്യം നൽകിയവൻ ആര്? ഉത്തരം യോഹന്നാൻ. കത്തി ജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ. ആര്? ഉത്തരം യോഹന്നാൻ. ആരാണ് യേശുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്?
ഉത്തരം യേശുവിനെ അയച്ച പിതാവ് തന്നെ. ഡാഷ് നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ ഡാഷ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പൂരിപ്പിക്കുക. ഉത്തരം വിശുദ്ധ ലിഖിതങ്ങൾ നിത്യജീവൻ. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. യേശുവിനെ കുറിച്ച് സാക്ഷ്യം നൽകുന്നത് എന്ത്? ഉത്തരം വിശുദ്ധ ലിഖിതങ്ങൾ. മനുഷ്യരിൽ നിന്ന് ഞാൻ ഡാഷ് സ്വീകരിക്കുന്നില്ല. പൂരിപ്പിക്കുക. ഉത്തരം മഹത്വം. ഗലീലി കടലിന്റെ മറ്റൊരു പേരെന്ത്? ഉത്തരം തിബേരിയാസ്. യേശു ഗലീലി കടലിന്റെ മറുകരയിലേക്ക് പോയപ്പോൾ ആരാണ് അനുഗമിച്ചത്? ഉത്തരം വലിയ ഒരു ജനക്കൂട്ടം. യേശു ഗലീലി കടലിന്റെ മറുകരയിലേക്ക് പോയപ്പോൾ അവിടെ ഏത് തിരുനാളാണ് അടുത്തിരുന്നത്? ഉത്തരം യഹൂദരുടെ പെസഹ തിരുനാൾ. ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ആരാരോട് ചോദിച്ചു? ഉത്തരം യേശു പീലിപ്പോസിനോട്. ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ എത്ര ധനാറയ്ക്കുള്ള അപ്പം പോലും തികയില്ല എന്നാണ് പറയുന്നത്? ഉത്തരം 200. എത്ര പുരുഷന്മാരാണ് ഭക്ഷണത്തിനിരുന്നത്? ഉത്തരം 5000-ഓളം വരുന്ന പുരുഷന്മാർ. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിനു ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ എത്ര കുട്ട ശേഖരിച്ചു? ഉത്തരം 12. ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. ആരാണ് പറഞ്ഞത്? ഉത്തരം ജനങ്ങൾ. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ എവിടേക്കാണ് പോയത്? ഉത്തരം കടൽക്കരയിലേക്ക്. ശിഷ്യന്മാർ വള്ളത്തിൽ കയറി എവിടേക്കാണ് പുറപ്പെട്ടത്? ഉത്തരം കഫർനാമിലേക്ക്. 25-30 സ്ഥാദിയോൺ എത്ര കിലോമീറ്റർ ആണ്? ഉത്തരം 5-6 കിലോമീറ്റർ. ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി എവിടെയാണ് എത്തിയത്? ഉത്തരം കഫർനാം. പിതാവായ ദൈവം യേശുവിന്റെ മേൽ വച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം അംഗീകാര മുദ്ര. ഡാഷ് അല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്? പൂരിപ്പിക്കുക. ഉത്തരം മോശ. ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിവന്ന് ലോകത്തിന് ഡാഷ് നൽകുന്നതത്രേ? പൂരിപ്പിക്കുക. ഉത്തരം ജീവൻ. പിതാവ് എനിക്ക് ഡാഷ് എൻ്റെ അടുത്ത് വരും. പൂരിപ്പിക്കുക. ഉത്തരം നൽകുന്നവരെല്ലാം. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും നഷ്ടപ്പെടുത്താതെ എന്നാണ് ഉയർപ്പിക്കേണ്ടത്? ഉത്തരം അന്ത്യദിനത്തിൽ. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കും. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് ഡാഷ് ഉണ്ടാകണമെന്നാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. പൂരിപ്പിക്കുക. ഉത്തരം നിത്യജീവൻ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് പറഞ്ഞതിനാൽ യേശുവിനെതിരെ പിറുപിറുത്തത് ആര്? ഉത്തരം യഹൂദർ. വിശ്വസിക്കുന്നവന് ഡാഷ് ഉണ്ട്. പൂരിപ്പിക്കുക. ഉത്തരം നിത്യജീവൻ. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണെന്ന് ഈശോ പറഞ്ഞപ്പോൾ ആരുടെ ഇടയിലാണ് തർക്കമുണ്ടായത്? ഉത്തരം യഹൂദർക്കിടയിൽ. നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡാഷ് ഉണ്ടായിരിക്കുകയില്ല. പൂരിപ്പിക്കുക. ഉത്തരം ജീവൻ. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പത്തെക്കുറിച്ച് ഈശോ എവിടെ വെച്ചാണ് പറഞ്ഞത്? ഉത്തരം കഫർനാമിലെ സിനഗോഗിൽ. ആരാണ് ജീവൻ നൽകുന്നത്? ഉത്തരം ആത്മാവ്. നീയാണ് ഡാഷ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. പൂരിപ്പിക്കുക. ഉത്തരം ദൈവത്തിന്റെ പരിശുദ്ധൻ. യേശു എവിടെയാണ് ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നത്? ഉത്തരം ഗലീലിയിൽ. യഹൂദർ യേശുവിനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ എവിടെ സഞ്ചരിക്കാനാണ് ഈശോ ഇഷ്ടപ്പെടാതിരുന്നത്? ഉത്തരം യൂദയായിൽ. എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞ് യേശു എവിടെയാണ് താമസിച്ചത്? ഉത്തരം ഗലീലിയിൽ. അവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ആരാണ് യേശുവിനെ തിരക്കിയത്? ഉത്തരം യഹൂദർ. ആളുകൾ യേശുവിനെ പറ്റി പരസ്യമായി സംസാരിക്കാതിരുന്നത് എന്തുകൊണ്ട്? ഉത്തരം യഹൂദരെ ഭയന്ന്. ആരാണ് തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നത്? ഉത്തരം സത്യവാൻ. ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്? ആരാണ് ഇത് ചോദിച്ചത്? ഉത്തരം ജെറുസലേം നിവാസികളിൽ ചിലർ. ഇവൻ തന്നെയാണ് ക്രിസ്തുവെന്ന് ഒരു പക്ഷേ ഡാഷ് യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കുമോ? പൂരിപ്പിക്കുക. ഉത്തരം അധികാരികൾ. ജനക്കൂട്ടം യേശുവിനെ കുറിച്ച് പിറുപിറുക്കുന്നത് കേട്ടതാര്? ഉത്തരം ഫരിസേയർ.
യേശുവിനെ ബന്ധിക്കാൻ സേവകരെ അയച്ചതാര്? ഉത്തരം പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. അല്പസമയം കൂടി ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അതിനുശേഷം യേശു എവിടേക്കാണ് പോകുന്നത്? ഉത്തരം അയച്ചവന്റെ അടുത്തേക്ക്. യേശു മഹത്വീകരിക്കപ്പെടുമ്പോൾ നൽകപ്പെടുന്നത് എന്ത്? ഉത്തരം ആത്മാവ്. യേശുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഇവൻ ആരാണെന്നാണ് ചിലർ പറഞ്ഞത്? ഉത്തരം പ്രവാചകൻ. യേശു എവിടെ നിന്ന് വരുമെന്നാണ് വിശുദ്ധ ലിഖിതം പറയുന്നത്? ഉത്തരം ബെത്ലഹേമിൽ നിന്ന്. അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ആരാണ് ഇത് പറഞ്ഞത്? ഉത്തരം സേവകന്മാർ. നിങ്ങളും വഞ്ചിതരായോ? ഇത് ആരുടെ ചോദ്യമാണ്? ഉത്തരം ഫരിസേയർ. ഒരുവന് പറയാനുള്ളത് കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? ആരാണ് ഇങ്ങനെ ചോദിക്കുന്നത്? ഉത്തരം നിക്കോദേമോസ്. എവിടെ നിന്നാണ് അതിരാവിലെ യേശു വീണ്ടും ദേവാലയത്തിലേക്ക് വന്നത്? ഉത്തരം ഒലിവ് മലയിൽ നിന്ന്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നത് ആരാണ്? ഉത്തരം നിയമജ്ഞരും ഫരിസേയരും. യോഹന്നാൻ 8:11 സമാനമായ വാക്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ വേറെ എവിടെയാണ് കാണുന്നത്? ഉത്തരം യോഹന്നാൻ 5:14. നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല. ആരുടെ വാക്കുകളാണിത്? ഉത്തരം ഫരിസേയർ. രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഉത്തരം നിയമത്തിൽ. യേശു ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരും അവനെ പിടിച്ചില്ല. കാരണം എന്ത്? ഉത്തരം അവന്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ ഡാഷ് നിങ്ങൾ മരിക്കും. പൂരിപ്പിക്കുക. ഉത്തരം പാപത്തിൽ. ഡാഷിനെ കുറിച്ചാണ് യേശു തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. പൂരിപ്പിക്കുക. ഉത്തരം പിതാവിനെ. എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. യേശു ആരോടാണ് ഇത് പറഞ്ഞത്? ഉത്തരം തന്നിൽ വിശ്വസിച്ച യഹൂദരോട്. യേശുവിൽ വിശ്വസിച്ച യഹൂദർ ആരുടെ സന്തതികളാണെന്നാണ് അവകാശപ്പെടുന്നത്? ഉത്തരം അബ്രാഹാം. ആരാണ് ആദ്യം മുതൽ കൊലപാതകി? ഉത്തരം പിശാച്. ആരാണ് ദൈവത്തിന്റെ വാക്ക് ശ്രവിക്കുന്നവൻ? ഉത്തരം ദൈവത്തിൽ നിന്നുള്ളവൻ. ആരാണ് യേശുവിനെ മഹത്വപ്പെടുത്തുന്നത്? ഉത്തരം പിതാവ്. എൻ്റെ ദിവസം കാണാമെന്ന പ്രതീക്ഷയിൽ ആരാണ് ആനന്ദിച്ചത്? ഉത്തരം പിതാവായ അബ്രാഹാം. റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇത് ആരുടെ ചോദ്യമാണ്? ഉത്തരം ശിഷ്യന്മാരുടെ. പകലായിരിക്കുവോളം ചെയ്യേണ്ടത് എന്ത്? ഉത്തരം എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ. എന്തു പറഞ്ഞിട്ടാണ് യേശു നിലത്ത് തുപ്പിയത്? ഉത്തരം ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. സീലോഹ എന്ന വാക്കിന്റെ അർത്ഥം? ഉത്തരം അയക്കപ്പെട്ടവൻ. മുമ്പ് അന്ധനായിരുന്നവനെ ആരുടെ അടുത്താണ് കൊണ്ടുവന്നത്? ഉത്തരം ഫരിസേയരുടെ. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, എന്തെന്നാൽ അവൻ സാബത്ത് ആചരിക്കുന്നില്ല. ആരാണ് ഇത് പറഞ്ഞത്? ഉത്തരം ഫരിസേയരിൽ ചിലർ. പാപിയായ ഒരു മനുഷ്യന് എങ്ങനെ ഇത്തരം ഡാഷ് പ്രവർത്തിക്കാൻ കഴിയും? പൂരിപ്പിക്കുക. ഉത്തരം അടയാളങ്ങൾ. അവൻ അന്ധനായിരുന്നെന്നും കാഴ്ച പ്രാപിച്ചെന്നും കാഴ്ച ലഭിച്ചവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ചു ചോദിക്കുവോളം വിശ്വസിക്കാതിരുന്നവർ ആര്? ഉത്തരം യഹൂദർ. നിങ്ങളും അവന്റെ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നുവോ? ആരാണ് ചോദിച്ചത്? ഉത്തരം അന്ധൻ. ദൈവം ആരുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്നാണ് പറയുന്നത്? ഉത്തരം പാപികളുടെ. യേശു സുഖപ്പെടുത്തിയ അന്ധനെ കണ്ടപ്പോൾ എന്താണ് ചോദിച്ചത്? ഉത്തരം മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്തിനാണ്? ഉത്തരം ന്യായവിധിക്ക്. ഏതുപമ പറഞ്ഞപ്പോഴാണ് തങ്ങളോട് പറഞ്ഞത് എന്തെന്ന് ഫരിസേയർ മനസ്സിലാക്കാതിരുന്നത്? ഉത്തരം ആട്ടിൻകൂട്ടത്തിന്റെ ഉപമ. ആരാണ് ആടുകളുടെ വാതിൽ? ഉത്തരം യേശു. യേശുവിന്റെ വാക്കുകൾ മൂലം ആരുടെ ഇടയിലാണ് ഭിന്നതയുണ്ടായത്? ഉത്തരം യഹൂദരുടെ. ഏതാണ് ശീതകാലത്തെ തിരുനാൾ?
ഉത്തരം പ്രതിഷ്ഠയുടെ തിരുനാൾ. യേശു തന്റെ ആടുകൾക്ക് നൽകുന്നത് എന്ത്? ഉത്തരം നിത്യജീവൻ. ഏതെങ്കിലും നല്ല പ്രവൃത്തികൾ മൂലമല്ല, ഡാഷ് മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. പൂരിപ്പിക്കുക. ഉത്തരം ദൈവദൂഷണം. ദൈവവചനം ആരുടെ അടുത്ത് വന്നുവോ അവരെ ഡാഷ് എന്ന് വിളിച്ചു. പൂരിപ്പിക്കുക. ഉത്തരം ദൈവങ്ങൾ. യോഹന്നാൻ ആദ്യം സ്നാനം നൽകിയിരുന്ന സ്ഥലം ഏത്? ഉത്തരം ജോർദാന്റെ മറുകര. ആരാണ് ഒരടയാളവും പ്രവർത്തിക്കാതിരുന്നത്? ഉത്തരം യോഹന്നാൻ. ഈ മനുഷ്യനെ പറ്റി ഡാഷ് പറഞ്ഞിരുന്നതെല്ലാം സത്യമാണ്. പൂരിപ്പിക്കുക. ഉത്തരം യോഹന്നാൻ. ലാസർ എവിടെ നിന്നുള്ളവനായിരുന്നു? ഉത്തരം ബഥാനിയ. ലാസറിന്റെ മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അദ്ധ്യായം ഏത്? ഉത്തരം 11. സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തതാര്? ഉത്തരം മറിയം. ലാസർ രോഗിയായിരിക്കുന്നുവെന്ന് പറയാൻ ആരാണ് യേശുവിന്റെ അടുത്തേക്ക് ആളയച്ചത്? ഉത്തരം സഹോദരിമാർ. ലാസർ രോഗിയായി എന്ന് കേട്ടിട്ടും യേശു താൻ താമസിച്ചിരുന്ന സ്ഥലത്ത് എത്ര ദിവസം കൂടി താമസിച്ചു? ഉത്തരം 2. നമുക്ക് വീണ്ടും യൂദായിലേക്ക് പോകാം. ആര് ആരോട് പറഞ്ഞു? ഉത്തരം യേശു ശിഷ്യന്മാരോട്. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് എത്ര ദിവസമായെന്നാണ് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞത്? ഉത്തരം 4 ദിവസം. 15 സ്താദിയോൺ എന്നാൽ എത്ര കിലോമീറ്റർ ആണ്? ഉത്തരം ഏകദേശം 3 കിലോമീറ്റർ. ആരാണ് മർത്തയെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നത്? ഉത്തരം അനേകം യഹൂദർ. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ആരാണ് അവനെ സ്വീകരിക്കാൻ ചെന്നത്? ഉത്തരം മർത്ത. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ആരാണ് വീട്ടിൽ തന്നെ ഇരുന്നത്? ഉത്തരം മറിയം. നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും. ആരാണ് പറഞ്ഞത്? ഉത്തരം മർത്ത. നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ആരാണെന്നാണ് മർത്ത പറഞ്ഞത്? ഉത്തരം ദൈവപുത്രനായ ക്രിസ്തു. യേശു ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അസ്വസ്ഥനായി ചോദിച്ചതെന്ത്? ഉത്തരം അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? നോക്കൂ, അവൻ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു. ആരാണിത് പറഞ്ഞത്? ഉത്തരം യഹൂദർ. കർത്താവെ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും. ആരാണിത് പറഞ്ഞത്? ഉത്തരം മരിച്ചയാളുടെ സഹോദരിയായ മർത്ത. വിശ്വസിച്ചാൽ നീ ഡാഷ് ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? പൂരിപ്പിക്കുക. ഉത്തരം ദൈവമഹത്വം. യേശു ഉച്ചസ്വരത്തിൽ പറഞ്ഞതെന്ത്? ഉത്തരം ലാസറെ പുറത്തുവരിക. മറിയത്തിന്റെ അടുക്കൽ വന്നിരുന്നവരിൽ ചിലർ യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ആരോടാണ് പറഞ്ഞത്? ഉത്തരം ഫരിസേയരോട്. വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും ആര് വന്ന് നശിപ്പിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം റോമാക്കാർ. ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിച്ചത് ആര്? ഉത്തരം കയ്യഫാസ്. യേശു ആരുടെ ഇടയിലാണ് പരസ്യമായി സഞ്ചരിക്കാതിരുന്നത്? ഉത്തരം യഹൂദരുടെ. യേശു ബഥാനിയായിലേക്ക് വന്നത് എന്നാണ്? ഉത്തരം പെസഹാക്ക് 6 ദിവസം മുമ്പ്. എന്തുകൊണ്ട് ഈ തൈലം 300 ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? ആരാണ് ചോദിച്ചത്? ഉത്തരം യൂദാസ് കറിയോത്ത. 1 ധനാറ എത്ര? ഒരു ദിവസത്തെ ജോലിയുടെ കൂലി, അതായത് 5.7 ഗ്രാം. ആരുടെ കയ്യിലായിരുന്നു പണസഞ്ചി? യൂദാസ് കറിയോത്ത. യേശു എവിടെയുണ്ടെന്നറിഞ്ഞാണ് ഒരു ഗണം യഹൂദർ വന്നത്? ഉത്തരം ബഥാനിയ. ആരെ കൂടി കൊല്ലാനാണ് പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചത്? ഉത്തരം ലാസറിനെ. യേശു ജെറുസലേമിലേക്ക് വരുന്നെന്ന് കേട്ട് ഈന്തപ്പനയുടെ കൈകൾ എടുത്തുകൊണ്ടുവന്ന് അവനെ എതിരേൽക്കാൻ പുറപ്പെട്ടത് ആര്? ഉത്തരം ഒരു വലിയ ജനക്കൂട്ടം. ലാസറിനെ ഉയർപ്പിച്ച അടയാളം കേട്ടതുകൊണ്ട് ആരാണ് യേശുവിനെ സ്വീകരിക്കാൻ വന്നത്? ഉത്തരം ജനക്കൂട്ടം. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് കാണുന്നില്ലേ? ആരാണ് ചോദിച്ചത്? ഉത്തരം
ഫരിസേയർ. പീലിപ്പോസ് എവിടെ നിന്നുള്ളവനായിരുന്നു? ഉത്തരം ഗലീലയിലെ ബെത്സൈദ. പ്രഭോ, ഞങ്ങൾ യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം ഗ്രീക്കുകാർ പീലിപ്പോസിനോട്. ഗ്രീക്കുകാർ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് ആരാണ് ഈശോയെ വിവരമറിയിച്ചത്? ഉത്തരം അന്ത്രയോസും പീലിപ്പോസും കൂടി. സ്വർഗത്തിൽ നിന്നുള്ള സ്വരം കേട്ടപ്പോൾ ആര് യേശുവിനോട് സംസാരിച്ചു എന്നാണ് ചിലർ പറഞ്ഞത്? ഉത്തരം ഒരു ദൂതൻ. ക്രിസ്തു എന്നേക്കും നിലനിൽക്കുമെന്നാണല്ലോ നിയമത്തിൽ കേട്ടിട്ടുള്ളത്. ആരാണ് ചോദിച്ചത്? ഉത്തരം ജനക്കൂട്ടം. അധികാരികളിൽ പലരും യേശുവിൽ വിശ്വസിച്ചെങ്കിലും ആരെ ഭയന്നാണ് അവരാരും അത് ഏറ്റുപറയാതിരുന്നത്? ഉത്തരം ഫരിസേയരെ. യേശുവിനെ നിരസിക്കുകയും അവന്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ആരുണ്ടെന്നാണ് യേശു പറയുന്നത്? ഉത്തരം വിധികർത്താവ്. അന്ത്യദിനത്തിൽ ആരാണ് വിധിക്കുന്നത്? ഉത്തരം യേശു പറഞ്ഞ വചനം. ദൈവത്തിന്റെ കൽപ്പന എന്താണ്? ഉത്തരം നിത്യജീവൻ. ആരെല്ലാമാണ് ഗലാത്യക്കാർക്ക് ലേഖനം എഴുതുന്നത്? ഉത്തരം പൗലോസും എല്ലാ സഹോദരരും. ഏത് കാര്യത്തിലാണ് പൗലോസ്ലീഹ മുൻപന്തിയിലായിരുന്നത്? ഉത്തരം യഹൂദമത കാര്യങ്ങളിൽ. പൗലോസ്ലീഹ ജെറുസലേമിലേക്ക് പോകാതെ എവിടേക്കാണ് പോയത്? ഉത്തരം അറേബ്യയിലേക്ക്. കേപ്പായുടെ കൂടെ എത്ര ദിവസമാണ് പൗലോസ് താമസിച്ചത്? ഉത്തരം 15 ദിവസം. ജെറുസലേമിൽ നിന്ന് പൗലോസ്ലീഹ എവിടേക്കാണ് പോയത്? ഉത്തരം സിറിയ, കിലീക്യ. പൗലോസ്ലീഹായെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തിയത് ആര്? ഉത്തരം യൂദായിലുള്ള ക്രിസ്തുവിന്റെ സഭകൾ. പരിച്ഛേദർക്കുള്ള പ്രേഷിതത്വം ആരിലൂടെയാണ് നിറവേറ്റപ്പെടുന്നത്? ഉത്തരം പത്രോസിലൂടെ. പൗലോസ്ലീഹായുടെ തീവ്രമായ താല്പര്യം എന്ത്? ഉത്തരം പാവങ്ങളെ പറ്റിയുള്ള ചിന്ത. വിജാതീയരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷിച്ചത് ആര്? ഉത്തരം കേപ്പ. നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ ആരെല്ലാം? ഉത്തരം യാക്കോബ്, കേപ്പ, യോഹന്നാൻ. കേപ്പ എവിടെ വന്നപ്പോഴാണ് പൗലോസ്ലീഹ അവനിൽ കുറ്റം കണ്ടത്? ഉത്തരം അന്ത്യോക്യയിൽ. എങ്ങനെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത്? ഉത്തരം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ. ഡാഷ് വഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല. പൂരിപ്പിക്കുക. ഉത്തരം നിയമാനുഷ്ഠാനം. ആരെയാണ് വിശ്വാസം വഴി നീതീകരിക്കുന്നത്? ഉത്തരം വിജാതീയരെ. വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രഹാത്തോടൊത്ത് ഡാഷ് പ്രാപിക്കുന്നു. പൂരിപ്പിക്കുക. ഉത്തരം അനുഗ്രഹം. ആരാണ് വിശ്വാസം വഴി ജീവിക്കുന്നത്? ഉത്തരം നീതിമാൻ. അബ്രഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി ആരിലേക്കാണ് വ്യാപിക്കേണ്ടത്? ഉത്തരം വിജാതീയരിലേക്ക്. ഡാഷ് നിയമത്തിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അതൊരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കില്ല. പൂരിപ്പിക്കുക. ഉത്തരം പാരമ്പര്യാവകാശം. എല്ലാവരും പാപത്തിന് അധീനരാണെന്ന് പ്രഖ്യാപിച്ചത്? വിശുദ്ധ ഗ്രന്ഥം. ഉത്തരം വിശുദ്ധ ഗ്രന്ഥം. ഡാഷ് ആവിർഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയമത്തിന്റെ കാവലിലായിരുന്നു. പൂരിപ്പിക്കുക. ഉത്തരം വിശ്വാസം. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ഗലാത്യക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം സ്നാനം. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ആരുടെ സന്തതികളാണ്? ഉത്തരം അബ്രാഹത്തിന്റെ. കാലസമ്പൂർണതയിൽ ദൈവം ആരെയാണ് അയച്ചത്? ഉത്തരം തന്റെ പുത്രനെ. പുത്രനെങ്കിൽ ഡാഷ് അനുസരിച്ച് അവകാശിയുമാണ്. പൂരിപ്പിക്കുക. ഉത്തരം ദൈവഹിതം. ആരാണ് വാഗ്ദാന പ്രകാരം ജനിച്ചത്? ഉത്തരം സ്വതന്ത്രയുടെ പുത്രൻ. ആരാണ് സ്വതന്ത്ര? ഉത്തരം സ്വർഗീയ ജെറുസലേം. നമ്മൾ ആരെ പോലെ വാഗ്ദാനത്തിന്റെ മക്കളാണ്? ഉത്തരം ഇസഹാക്ക്. ഡാഷ് നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. പൂരിപ്പിക്കുക. ഉത്തരം അടിമത്തത്തിന്റെ. എന്തിലൂടെ നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെയാണ് കാത്തിരിക്കുന്നത്? ഉത്തരം പരിശുദ്ധാത്മാവിലൂടെ വിശ്വാസം വഴി. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ ഡാഷ് ആണ് സുപ്രധാനം. പൂരിപ്പിക്കുക. ഉത്തരം വിശ്വാസം. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം.
ആത്മാവിന് എതിരായിട്ടുള്ളത് എന്ത്? ഉത്തരം ജഡമോഹങ്ങൾ. ജഡത്തിന് എതിരായിട്ടുള്ളത് എന്ത്? ഉത്തരം ആത്മാവിന്റെ അഭിലാഷങ്ങൾ. ഇവയ്ക്കെതിരെ ഒരു നിയമവുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഉത്തരം ആത്മാവിന്റെ ഫലങ്ങൾ. തങ്ങളുടെ ജഡത്തെ അതിന്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചവർ ആര്? ഉത്തരം യേശുക്രിസ്തുവിനുള്ളവർ. സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് കൊയ്തെടുക്കുന്നത് എന്ത്? ഉത്തരം നാശം. ആത്മാവിനായി വിതയ്ക്കുന്നവൻ കൊയ്തെടുക്കുന്നത് എന്ത്? ഉത്തരം നിത്യജീവൻ. നമുക്ക് മടുപ്പ് തോന്നാതിരിക്കേണ്ടത് എന്തിൽ? ഉത്തരം നന്മ ചെയ്യുന്നതിൽ. പൗലോസ്ലീഹ ശരീരത്തിൽ എന്താണ് ധരിക്കുന്നത്? ഉത്തരം യേശുവിന്റെ അടയാളങ്ങൾ. ഏൽക്കാന ഏത് വംശത്തിൽ പെട്ടവനായിരുന്നു? ഉത്തരം സൂഫ് വംശജൻ. ഏൽക്കാന എവിടെ നിന്നുള്ളവനായിരുന്നു? ഉത്തരം എഫ്രായിം മലനാട്ടിലെ റാമാതായിമിൽ. ആരായിരുന്നു ഷീലോയിലെ പുരോഹിതന്മാർ? ഉത്തരം ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും. ഏൽക്കാന കൂടുതൽ സ്നേഹിച്ചിരുന്ന ഹന്നായ്ക്ക് എത്രയാണ് ഓഹരി കൊടുത്തിരുന്നത്? ഉത്തരം ഒരംശം മാത്രം. ദേവാലയത്തിന്റെ വാതിൽപ്പടിക്ക് സമീപം ആരാണ് ഇരുന്നിരുന്നത്? ഉത്തരം പുരോഹിതനായ ഏലി. ഹന്ന ദേവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ ആരാണ് അവളെ ശ്രദ്ധിച്ചിരുന്നത്? ഉത്തരം ഏലി. കാളക്കുട്ടിയെ ബലിയർപ്പിച്ചതിന് ശേഷം ശിശുവിനെ ആരുടെ അടുക്കിലേക്കാണ് കൊണ്ടുവന്നത്? ഉത്തരം ഏലിയുടെ. നിന്റെ നാവിൽ നിന്ന് പുറപ്പെടാതിരിക്കേണ്ടത് എന്ത്? ഉത്തരം ഗർവ്. ആരുടെ വില്ലുകളാണ് തകരുന്നത്? ഉത്തരം വീരന്മാരുടെ. ആഹാരത്തിന് വേണ്ടി കൂലിപ്പണി ചെയ്യുന്നവർ ആര്? ഉത്തരം സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ. കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നത് ആരെ? ഉത്തരം അഗതിയെ. അഗതിയെ എന്തിനാണ് അവകാശികളാക്കുന്നത്? ഉത്തരം ഉന്നത സ്ഥാനങ്ങൾക്ക്. ആരുടെ പാദങ്ങളെയാണ് അവിടുന്ന് കാക്കുന്നത്? ഉത്തരം വിശ്വസ്തരുടെ. ആർക്കെതിരെയാണ് ആകാശത്തിൽ ഇടിമുഴക്കുന്നത്? ഉത്തരം പ്രതിയോഗികൾക്ക്. മാംസം പാകം ചെയ്യുമ്പോൾ മുപ്പല്ല് കൊണ്ട് കുത്തിയെടുക്കുന്നത് ആരാണ്? ഉത്തരം പുരോഹിതന്റെ ഭൃത്യൻ. സാമുവേൽ ധരിച്ചിരുന്നത് എന്ത്? ഉത്തരം ചണനൂൽ കൊണ്ടുള്ള ഒരു വിശേഷ വസ്ത്രം. കർത്താവ് സാമുവേലിനെ ആദ്യം എത്ര തവണ വിളിച്ചു? ഉത്തരം 2. സാമുവേലിനെ മൂന്നാമത് വിളിച്ചപ്പോൾ അത് കർത്താവാണെന്ന് ആർക്കാണ് മനസ്സിലായത്? ഉത്തരം ഏലിക്ക്. എത്ര പ്രാവശ്യം കർത്താവ് സാമുവേലിനെ വിളിച്ചു? ഉത്തരം 4 പ്രാവശ്യം. മക്കൾ ഡാഷ് പറയുന്ന കാര്യം അറിഞ്ഞിട്ടും അവരെ തടയാഞ്ഞതുമൂലം ഏലിയുടെ കുടുംബത്തിന്റെ മേൽ ശിക്ഷാവിധി നടത്തും. പൂരിപ്പിക്കുക. ഉത്തരം ദൈവദൂഷണം. അവന്റെ വാക്കുകളിലൊന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. ആരുടെ? ഉത്തരം സാമുവൽ. കർത്താവ് സാമുവലിന് ദർശനം നൽകിയത് എവിടെ? ഉത്തരം ഷീലോയിൽ. സാമുവലിന്റെ വാക്ക് ആരാണ് ആദരിച്ചത്? ഉത്തരം ഇസ്രായേൽ മുഴുവൻ. ഇസ്രായേൽ എവിടെയാണ് പാളയമടിച്ചത്? ഉത്തരം എബനെസേറിൽ. ഫിലിസ്ത്യർ എവിടെയാണ് പാളയം അടിച്ചത്? ഉത്തരം അഫേക്കിൽ. എവിടെ നിന്ന് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരണമെന്നാണ് പറയുന്നത്? ഉത്തരം ഷീലോയിൽ നിന്ന്. ഡാഷിലേക്ക് ആളയച്ച് ഡാഷ് മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു. പൂരിപ്പിക്കുക. ഉത്തരം ഷീലോ കെരൂബുകളുടെ. ഷീലോയിലേക്ക് ആളയച്ച് കെരൂബുകളുടെ മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു. ആരുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഉഗ്രട്ടഹാസത്തിന്റെ സൂചന എന്തെന്നാണ് ഫിലിസ്ത്യർ തിരക്കിയത്? ഉത്തരം ഹെബ്രായരുടെ. പാളയത്തിൽ ആര് എത്തിയിട്ടുണ്ടെന്നാണ് ഭയചകിതരായി ഫിലിസ്ത്യർ പറഞ്ഞത്? ഉത്തരം ദേവന്മാർ. ആരാണ് ഫിലിസ്ത്യർക്ക് അടിമകളായിരുന്നത്? ഉത്തരം ഹെബ്രായർ. ഫിലിസ്ത്യരുമായുള്ള യുദ്ധത്തിൽ എത്ര പടയാളികൾ നിലംപതിച്ചു? ഉത്തരം 30,000. ഫിനഹാസിന്റെ പുത്രന്റെ പേരെന്ത്? ഉത്തരം ഇക്കാബോദ്. ഫിലിസ്ത്യർ ദൈവത്തിന്റെ പേടകം എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുപോയി? ഉത്തരം എബ്നെസറിൽ നിന്ന് അഷ്ദോദിലേക്ക്. ഇസ്രായേലരുടെ ദൈവത്തിന്റെ പേടകം എവിടേക്ക് കൊണ്ടുപോകുമെന്നാണ് ഫിലിസ്ത്യ പ്രഭുക്കർ പറഞ്ഞത്? ഉത്തരം ഗത്തിലേക്ക്.
ഗത്തിലുള്ളവർ കുരുക്കൾ മൂലം കഷ്ടപ്പെട്ടപ്പോൾ പേടകം എവിടേക്കാണ് കൊണ്ടുപോയത്? ഉത്തരം എക്രോണിലേക്ക്. പേടകം എക്രോണിലെത്തിയപ്പോൾ ആരാണ് മുറവിളി കൂട്ടിയത്? ഉത്തരം തദ്ദേശവാസികൾ. കർത്താവിന്റെ പേടകം എത്ര മാസമാണ് ഫിലിസ്ത്യരുടെ രാജ്യത്തായിരുന്നത്? ഉത്തരം 7 മാസം. 6-ാം അധ്യായത്തിൽ ചോദ്യങ്ങൾ മാത്രമുള്ള വാക്യം ഏത്? ഉത്തരം 6:6. ആരാണ് ബത്ഷെമേഷ് അതിർത്തി വരെ അനുധാവനം ചെയ്തത്? ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ. വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരുന്ന ബത്ഷെമേഷിലെ ജനങ്ങൾ തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടതെന്ത്? ഉത്തരം കർത്താവിന്റെ പേടകം. കർത്താവിന്റെ പേടകവും സ്വർണ്ണ ഉരുപ്പിടികൾ വെച്ചിരുന്ന പെട്ടിയും താഴെ ഇറക്കിയത് ആരാണ്? ഉത്തരം ലേവ്യർ. ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ എന്ന് ആരാണ് പറഞ്ഞത്? ഉത്തരം സാമുവൽ. ഇസ്രായേൽക്കാർ എവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോഴാണ് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലരെ ആക്രമിക്കാൻ പുറപ്പെട്ടത്? ഉത്തരം മിസ്പായിൽ. ഫിലിസ്ത്യരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കണമേ എന്ന് ഇസ്രായേൽക്കാർ ആരോടാണ് അപേക്ഷിച്ചത്? ഉത്തരം സാമുവലിനോട്. മുലകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹന ബലിയായി കർത്താവിന് അർപ്പിച്ചത് ആരാണ്? ഉത്തരം സാമുവൽ. ഇതുവരെ ദൈവം സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിനിട്ട പേരെന്ത്? ഉത്തരം ഏബ്നെസർ. ഏബ്നെസർ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഉത്തരം സഹായശില. സാമുവലിന്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ഏത്? ഉത്തരം റാമ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻസായി അറിയിക്കുകയും വേണം.